നമസ്കാരം. നാട്ടിലെ അക്കൗണ്ടിൽ കുറച്ച് പൈസ കിടപ്പുണ്ട്. നമുക്കാണെങ്കിൽ യു കെയിൽ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പൈസ കൂടെ എത്തിക്കും? ബാങ്ക് വഴി കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ട്രാൻസ്ഫർ ചാർജ് കൊടുക്കണം. അത് കൂടാതെ തന്നെ ബാങ്കിൻ്റെ ചാർജ്, പിന്നെ റേറ്റ് കുറവായിരിക്കും, റേറ്റ് കൂടുതൽ കൊടുക്കണം നാട്ടിൽ പൗണ്ട് മേടിക്കുമ്പോൾ. അങ്ങനെ നിരവധി പ്രശ്നമാണ്. നഷ്ടം പല രീതിയിലാണ്. അപ്പോൾ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെയുള്ള ആരെങ്കിലും ഇഷ്ടംപോലെ ആളുകൾ നാട്ടിൽ പൈസ അയക്കുന്നുണ്ട്. ആ ആളിന് പൈസ ഇവിടെ മേടിക്കുക, പൈസ നാട്ടിൽ കൊടുക്കുക. രണ്ട് കൂട്ടർക്കും ലാഭമാണ്. മറ്റേ ഈ അക്കൗണ്ട് ട്രാൻസ്ഫർ ചാർജോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കൂടാതെ തന്നെ എക്സ്ചേഞ്ച് റേറ്റ് ഉള്ള റേറ്റ് തന്നെ രണ്ടുപേർക്കും നഷ്ടമില്ലാത്ത രീതിയിൽ ഒരു ധാരണ എത്തിക്കാൻ അങ്ങനെ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ വിസ ഇല്ലാതെയും അല്ലെങ്കിൽ ഓവർ ടൈം ചെയ്യുന്ന നിയമപരമല്ലാതെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്, പിള്ളേർ ഒക്കെ ഉണ്ട്. അവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കിട്ടിയ പൈസ വെളുപ്പിക്കണം, എങ്ങനെ പൈസ നാട്ടിലെത്തിക്കും, അക്കൗണ്ടിൽ അയക്കാൻ പറ്റില്ല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള പല ആളുകളും നാട്ടിൽ പൈസ മേടിക്കുന്നു, എന്നിട്ട് ഇവിടെ പൈസ തത്തുല്യമായ പൈസ ഇവിടെ കൊടുക്കുന്നു. അങ്ങനെ രീതിയിൽ പല ആളുകളും ചെയ്തു വരുന്നുണ്ട്. അതൊരു സ്വാഭാവികമായി നടന്നു വരുന്ന, പ്രത്യേകം നമ്മുടെയൊക്കെ ഇടയിൽ, ഏഷ്യക്കാരുടെ ഇടയിൽ നടന്നു വരുന്ന സംഭവമാണ്. സർക്കാരിനെ പറ്റിക്കുക അല്ലെങ്കിൽ നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നത് നമ്മുടെ ഒരു പതിവ് രീതിയാണല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് യു കെയിലെ മിക്ക വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ആയിക്കട്ടെ, സോഷ്യൽ മീഡിയയിലെ സ്ഥിരം കാണുന്ന മെസ്സേജാണ്: പൗണ്ട് വേണോ, നാട്ടിൽ INR തരാം, അല്ലെങ്കിൽ നാട്ടിൽ രൂപ തരാം, അല്ലെങ്കിൽ നാട്ടിൽ രൂപയുണ്ട്, പൗണ്ട് ആവശ്യമുണ്ടോ. അതായത് ഇവിടെ യു കെയിൽ പൗണ്ട് കൊടുക്കുക, അതിന് തുല്യമായ തുക നാട്ടിൽ കൊടുക്കുക. ഒരു രീതിയിലുള്ള പണമിടപാടാണ്. പക്ഷേ ബാങ്കുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ള യാതൊരു സംവിധാനങ്ങളും ഉപയോഗിക്കുന്നില്ല. കാരണം നമ്മുടെ സ്വാഭാവികം നടക്കുന്ന ഒരു കാര്യം, എൻ്റെ കുറച്ച് പൈസയാണ് നാട്ടിൽ അയക്കണം, ഇവിടെ ഞാൻ നിനക്ക് തന്നു, നീ നാട്ടിൽ എനിക്ക് തന്നു, പ്രശ്നം തീർന്നു. പക്ഷേ ഇതിനുള്ള ഓമനപ്പേരാണ് ഹവാല എന്ന് പറയുന്നത്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഹവാല കൈമാറി എല്ലാവർക്കും ആകർഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ മെയിൻ റീസൺ പെട്ടെന്ന് തന്നെ ഇപ്പോൾ പൈസ കൊടുത്ത് ഇപ്പം തന്നെ സാധനം ഓൺ ദ സ്പോട്ടിൽ നാട്ടിൽ പൈസ എത്തി എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത്. പിന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബാങ്കുകാരുടെ സർവീസ് ചാർജ്, പിന്നെ അതുപോലെ തന്നെ മറ്റേ മിനിമം റേറ്റ്, ഇതൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ, ഇതെല്ലാം ഒഴിവാക്കി രണ്ടുപേർക്കും ധാരണയായ ഒരു റേറ്റ് വെച്ച് കിട്ടും. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒത്ത് രണ്ട് വ്യക്തികൾ വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇടനിലക്കാരായി നിന്ന് നിരവധി ആളുകൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഒരു പൗണ്ടിന് 1 രൂപ 2 മുതൽ 5 രൂപ വരെ എക്സ്ട്രാ പൈസ മേടിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഇതിന് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഹവാല എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ സംഭവങ്ങളുടെ ഒരു സ്വാഭാവിക രീതി എന്ന് പറയുന്നത്. ലണ്ടനിലെ പല ഏരിയകളിലും ഇതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഷോപ്പുകൾ പോലും ഉണ്ട്, അൺഒഫീഷ്യലായി പ്രവർത്തിക്കുന്ന ഷോപ്പുകൾ പോലും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പ്രധാനമായിട്ടും നമ്മൾ വിദ്യാർത്ഥി, സ്റ്റുഡൻറ് വിസയിലുള്ളവർ, ക്യാഷ് ഇൻ ഹാൻഡ് ജോലി ചെയ്യുന്ന ആളുകൾ, പിന്നെ ചെറുകിട വ്യവസായികൾ, ഇവരൊക്കെയാണ് പ്രധാനമായിട്ട് ഈ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നിരവധി ആളുകൾ ഇപ്പോൾ നാട്ടിൽ അക്കൗണ്ടിൽ പൈസ കിടപ്പുണ്ട്, ഇവിടെ വീട് മേടിക്കണം, അതിന് ഡെപ്പോസിറ്റ് ഇടണം, അല്ലെങ്കിൽ കാറ് മേടിക്കണം, അതിനുള്ള പൈസ, ഇതൊക്കെ അക്കൗണ്ടിൽ നാട്ടിൽ കിടപ്പുണ്ട്, പക്ഷേ ഇവിടെ പൈസയില്ല. അങ്ങനെ വരുമ്പോൾ ആ പൈസ ഈ രീതിയിലൊക്കെ ഇവിടെ എത്തിച്ച് ചെയ്യാൻ നോക്കും. നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങളാരും തീരുമാനിക്കേണ്ടത്. കാരണം ഇത് നിയമപരമല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ല ഇവിടെ നിയമപരം, നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കണ്ണടിച്ച് പെടും. ഇവിടെ അങ്ങനെയല്ല, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 8ൻ്റെ പണിയാണ്. നമ്മുടെ നാട്ടിലേക്ക് വളരെ സുലഭമായി നമ്മളൊക്കെ സാധാരണ എന്നും ചെയ്യുന്ന, നിയമപരമായി ചെയ്യുന്ന ചിട്ടി പോലും ഈ രാജ്യത്ത് നിയമപരമല്ല എന്ന് എത്ര പേർക്ക് അറിയാം. കാരണം മണി ലോണ്ടറിങ് ഇവിടെ വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ വർഷം മുതൽ നമ്മുടെ HMRC ബാങ്കിനൊക്കെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൂടുതൽ കയറി നോക്കാനും സാധിക്കും, അതിനുള്ള ആക്സസ് ഉണ്ട്. അപ്പം അങ്ങനെ കുറച്ചുകൂടെ ഇത് വരുമ്പോൾ നമ്മുടെ അൺയൂഷ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മോണിറ്റർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇവിടെ യു കെയിലെ നാഷണൽ ക്രൈം ഏജൻസി ഈ രീതിയിൽ പണം കൈമാറ്റം ചെയ്യപ്പെടുന്നതിന്, കള്ളപ്പണം വെളുപ്പിക്കൽ, അതിനേക്കാൾ ഉപരി ഭീകരവാദ സംഘടനയ്ക്കുള്ള ധനസഹായം, ഈ രീതിയിലാണ് ഇതിനെ ഇവർ കാണുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യാപ്തി, അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ കുറ്റകരം തന്നെയാണ്. പണിഷ്മെൻറ്റ് മാത്രമല്ല, ഫൈനായിട്ട് അങ്ങനെ പല രീതിയിലുള്ള ചാർജുകൾ ചുമത്തപ്പെടാം. ഈ വർഷം എനിക്കൊന്ന് ഏപ്രിലാണ് നടന്ന ഒരു സമ്മിറ്റിൽ, ഇൻ്റർനാഷണൽ സമ്മിറ്റിൽ, ഇവിടുത്തെ ഹോം സെക്രട്ടറി കൂപ്പറിൻ്റെ നേതൃത്വം നടത്തിയ ഒരു മീറ്റിങ്ങിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ചർച്ച വന്നിരുന്നു. ഇന്ത്യൻ വംശജർക്കിടയിൽ ഇത് ഒത്തിരി വ്യാപകമാണ് എന്ന രീതിയിൽ റിപ്പോർട്ടുകളും വന്നിരുന്നു. കാരണം ഇത് കുടുംബ ആവശ്യങ്ങൾക്കും ട്യൂഷൻ ഫീസ് അടയ്ക്കുക തുടങ്ങിയ പല ആവശ്യങ്ങൾക്കാണ് ഇവരൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് നിയമപരം അല്ലാത്തതുകൊണ്ട് ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് പല രീതിയിലും മാർഗ്ഗങ്ങൾ ആവിഷ്കരിക്കണം എന്നൊക്കെയാണ് ആ മീറ്റിങ്ങിൽ ചർച്ചയിൽ ഉയർന്നു വന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ സമ്പ്രദായം എന്ന് പറയുന്നത് മനുഷ്യക്കടത്തിന്, അതായത് ഇപ്പോൾ ഈ യു കെയിൽ പറയുക അഭയാർത്ഥികൾ, ബോട്ടിൽ കടന്നു വരുന്ന അഭയാർത്ഥികളാണ് വലിയ ചർച്ചാ വിഷയമായിട്ട് പറയുന്നത് ഇവിടുത്തെ ന്യൂസിലൊക്കെ. അങ്ങനെയുള്ളവർക്കൊക്കെ പൈസ പേ ചെയ്യുന്ന ഈ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ സംഭവം ശരിക്കും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഈ രീതിയിൽ കൈമാറ്റം ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എപ്പോഴും സേഫ്, കുറച്ച് നഷ്ടം വന്നാലും ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ബാങ്ക് വഴി, അല്ലെങ്കിൽ വെസ്റ്റേൺ യൂണിയൻ, റെമിറ്റ്ലി, അങ്ങനെ തുടങ്ങിയ നിരവധി ആപ്പുകൾ എനിക്കൊന്ന് ഇഷ്ടംപോലെ സംഗ്രഹം നടത്തുന്നുള്ളൂ. അതൊക്കെ ഇവിടെ രജിസ്റ്റേർഡ് ആണ്. ഈ രീതി നിങ്ങൾക്ക് നിയമപരമായി ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ ചെയ്യുന്നതൊക്കെ നിയമപരമല്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറ്റകരമാണ്, ജയിലിൽ കിടക്കാൻ, വലിയ പണിഷ്മെൻറ്റുകളും കിട്ടാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള UK നിന്നുള്ള എവിടെയുള്ള പ്രവാസികളാണെങ്കിലും ഇതുപോലുള്ള നിയമലംഘനങ്ങൾ, അത് അറിയാതെ ചെന്ന് ചാടുന്ന നിയമലംഘനങ്ങൾ അറിയാതെ ചെന്ന് ചാടാതിരിക്കുക. അറിഞ്ഞുകൊണ്ടും നിങ്ങൾ റിസ്ക് എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്കൊരു കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞ എപ്പോഴും പിടിക്കപ്പെടണം എന്നൊന്നുമില്ല. നമ്മൾ എല്ലാം റിസ്ക്കാണ് ചെയ്യാമെന്ന് പറയുന്നത്, ഒരു ധൈര്യത്തിൽ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സേഫായിട്ടുള്ള വഴിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. സേഫായിട്ട് ബാങ്കുകൾ വഴി അല്ലെങ്കിൽ ഒഫീഷ്യൽ സംവിധാനങ്ങൾ വഴി ചെയ്യുന്നത് തന്നെ ആയിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത് സേഫാണോ? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? പണി കിട്ടിയിട്ടുണ്ടോ? ഒന്ന് കമൻറ്റായിട്ട് പറയണേ. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.